Yo guys, you welcome back to AR Brothers. AR Brothers in ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തായാലും നമ്മളൊരു കിടക്കാച്ച സംഭവമാണ്, ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം ഇതൊരു മൊബൈൽ ഫോണാണ്, പേര് Huawei y6p. ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നുള്ളൂ. ഈ ഒരു മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് സംഭവം തുടക്കത്തിൽ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടായില്ലെങ്കിലും സംഭവം കിടുക്കൻ സാധനമാണെന്നാണ് ഇപ്പോഴത്തെ നില വെച്ചിട്ട് നല്ല റേറ്റിംഗിൽ വരുന്ന ഒരു ഫോണാണ്. ഒരു ബഡ്ജറ്റ് ഫോൺ തന്നെ പറയാം. നാട്ടിലൊരു 12,000 രൂപ അടുത്ത ഈ ഒരു ഫോൺ വരും. അന്ന് അതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 5000 mAh ആണ്. 5000 mAh, ട്രിപ്പിൾ ക്യാമറ, ഫുൾ സെറ്റപ്പാണ്. സെറ്റപ്പ് സാധനം ഒരു നോർമൽ യൂസിന് എന്തുകൊണ്ട് കിടുക്കൻ സാധനമാണിത്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഒരു അൺബോക്സിംഗിലേക്കും വീട്ടിലേക്കും പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും സാധാരണ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇതുപോലെ സാധനങ്ങളെ കടിച്ചു വലിച്ച് കീറിയിട്ടാണ് പൊട്ടിക്കുന്നത്. പക്ഷെ കൊറോണ ഗൈസ് ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. ഇപ്പൊ സാധനം വന്നുള്ളൂ, ഹോട്ടാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ സാധനം കിട്ടിയതുള്ളൂ, കയ്യിൽ കിട്ടിയതുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അൺബോക്സിങ് ആക്കിയേക്കാം. എനിക്ക് വലിയ അൺബോക്സിംഗ് വലിയ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ നമ്മൾ തുറക്കാത്ത സാധനം അൺബോക്സ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല കേട്ടോ. തുറന്ന സാധനം പിന്നെ അത് തന്നെ വെച്ചിട്ട് കാണിച്ചിട്ട് ഒരു അൺബോക്സിങ്ങിനേക്കുള്ള ഒരു ഇതൊന്നും ഇല്ല എനിക്ക്. അപ്പോൾ ഞാൻ പല്ല് വെച്ച് കീറുന്നതിന്റെ പകരം ജസ്റ്റ് കത്രി വെച്ച് നൈസാണ് കീറുന്നുണ്ട്. കാരണം കൊറോണ അത് നമ്മുടെ കയ്യിൽ നിൽക്കൂലല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് ഇവരുടെ പാക്കിംഗ് ഒക്കെ കൊള്ളാം. ഒരു കീസാണ്, ഒരു കീസ്, അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ്. ഈ ഒരു ബോക്സ് നമുക്ക് തുറക്കാം. ഗൈസ്, ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് എന്താ പറയാ, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതല്ല. ഇത് എനിക്കൊരു അങ്കിൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സാധനമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം ഞാൻ ഇതിന്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. എൻ്റെ ഒരു അങ്കിൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഓക്കെ, വാവ്, നൈസ് മാൻ, കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സ്, ഇതിന്റെ തന്നെ നൂണിന്റെ തന്നെ വേറൊരു ബോക്സ് വരുന്നുണ്ട്. നമുക്ക് ഇതൂടെ ഒന്ന് തുറക്കാം. ഓക്കെ, മൂന്നാമത്തെ ബോക്സ് ആണ്. ഫുള്ള് സേഫ്റ്റിയിലേക്കാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഉള്ള ചെറിയ പൊട്ടിക്കുന്ന, നമ്മള് പണ്ട് കാലത്തൊക്കെ പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. നമുക്ക് ഇതോടെ ഒന്ന് തുറക്കാൻ പറ്റും തന്നെ നൈസായിട്ട്. ഇത് നല്ലൊരു ബോക്സ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊരു റിന്യൂഡ് പ്രോഡക്റ്റ് ആണ്, നൂണിന്റെ പ്രീമിയം റിന്യൂഡ് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സംഭവം ഇതൊരു ഓപ്പൺ അല്ല, ഓപ്പൺ ആക്കാത്തൊരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായില്ല? അതായത് സംഭവം എന്താ, ഒരാള് ഇപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് അതിന്റെ ഓർഡർ ക്യാൻസൽ ആയി പോയി, അവരുടെ ഓർഡർ ക്യാൻസൽ ആയി പോയിട്ട് വരുന്ന സാധനമാണ്. ഈ ബോക്സ് ഇപ്പൊ പോയാനെല്ലാം കൂടെ ഈ ഒരു ബോക്സ് ഇതുവരെ ആരും തുറന്നിട്ടില്ല, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് റിന്യൂഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ റിന്യൂഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കിടുക്കൻ എന്താ പറയാ പാക്കിങ്ങിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതൊന്ന് തുറക്കാം. ഒരു മിനിറ്റ്. നൈസ് ഗൈസ്, പൊളി. സെയിൽസ് ആൻഡ് സർട്ടിഫിക്കറ്റ് സംഭവം ഫുൾ ചെക്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ നൂണ് തന്നെ ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഇവർ തന്നെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഇവർ തന്നെ ശരിയാക്കി തരും. ഇത് സത്യം പറഞ്ഞാൽ പുതിയ സാധനം തന്നെ കേട്ടോ, പഴയതൊന്നുമല്ല, പുതിയ സാധനം, സെക്കൻഡ് ഹാൻഡ് ഒന്നുമല്ല, പുതിയ സാധനം തന്നെ, റിന്യൂഡ് സാധനം. അതായത് മനസ്സിലായില്ലേ, ഇതൊരു തുറക്കാത്ത സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ്ട് പ്രീമിയം, ഇതാണ് അൺഓപ്പൺ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇനി നമ്മുടെ ഫോണിലേക്ക് പോവാം. ഓക്കെ, ഇനി ഫോൺ ഓക്കെ സെറ്റപ്പ് ആയിട്ടോ പാക്കിംഗ് ഇട്ട്. നൂൺ തന്നെ റിന്യൂഡ് ആക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. യോ മാൻ, പൊളി. വെയിറ്റ്, അവിടെ വെക്കാം. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. വെയിറ്റ്. ഓക്കെ, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഹുവാവയുടെ ഒരു ഫാസ്റ്റ് ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത് മൈക്രോ USB കേബിൾ കേട്ടോ, സി ടൈപ്പ് അല്ല, മൈക്രോ USB കേബിൾ ആണ്. ബഡ്ജറ്റ് ഫോൺ അല്ലേ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇപ്പൊ പുതിയൊരു ഫോണിൽ ഇതുപോലൊരു എന്താ പറയാ ഹെഡ്സെറ്റ് വരുന്നില്ല, ഹെഡ്സെറ്റും തന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ എന്താ പറയാ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, കുറച്ച് യൂസർ മാനുവലും പിന്നെ എന്താ സിം ഇജക്ടർ പിന്നും തന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്, ഇത് ഇത്രയാണുള്ളത്. പിന്നെ നമുക്കൊരു നമ്മുടെ ഈ ഒരു ഫോണിന്റെ ക്ലോസ് ലുക്കിലേക്ക് പോകാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഫോൺ ഒന്ന് കയ്യിലെടുക്കട്ടോ. ഓക്കെ, സംഭവം എങ്ങനെ ഉണ്ട് നോക്കാലോ. ഓക്കെ, അയ്യോ ഗായ്സ്, ഇതാണ് ഫോൺ. ഓക്കെ, കിടുക്കൻ സാധനമാണ്. കറുപ്പാണ് വാങ്ങിയത്, ബാക്ക് ഗ്ലാസ് ആണ്, കറുപ്പ് മോഡലാണ് വാങ്ങിയത്. ബാക്കില് 3 ക്യാമറ, സെറ്റപ്പ് സാധനം, പൊളി അല്ലേ. നല്ല വലുതാണ്, നല്ല നീളമുണ്ട്. നമുക്ക് ഓൺ ആക്കി നോക്കാം. ഓക്കെ,
ആ പൊട്ടിക്കണ്ട, അത് അടച്ചോ. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. ഹുവാവയുടെ എംബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സംഭവം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാം. കാരണം ഞാൻ ഇതിന്റെ റിവ്യൂ ചെയ്യുന്നില്ല. കാരണം എന്താ അറിയാലോ, ഒരു സാധനം നമ്മൾ ഒരാഴ്ചയെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ കറക്റ്റായിട്ട് പറയാൻ പാടുള്ളൂ അല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. ഈ ഒരു ഫോണിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫോണിനെ പോലെയല്ല 5000 mAh ബാറ്ററി പവർ ഈ ഒരു വിലക്ക് ഇതിന് കിട്ടുന്നുണ്ട്. മനസ്സിലായി, ഒരു ബഡ്ജറ്റ് ഫോൺ ആയിട്ട് 12,000 രൂപയാണ് നാട്ടിൽ ഈ ഒരു ഫോണിന്റെ വില. അപ്പൊ ഇതിന് 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഗുണം. ഇത് അൾട്രാ പവർ സേവർ മോഡ്, അതായത് നമ്മൾ ഏറ്റവും വലിയ പവർ സേവർ മോഡ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ മാക്സിമം പവർ സേവിങ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈലിൽ 110 മണിക്കൂർ നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കിട്ടും. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചാൽ അങ്ങനെ സാധാ നോർമൽ യൂസിൽ 110 മണിക്കൂർ കിട്ടും. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിന്റെ സ്പെക്ക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 720x1140 റെസൊല്യൂഷൻ ആണ് വരുന്നത്. 6.3 വൈഡ് എന്താ പറയാ സ്ക്രീനാണ്. പിന്നെ ബാക്കും ഫ്രണ്ടും ഗ്ലാസ് മെയ്ഡാണ്, ഗൊറില്ല ഗ്ലാസ് മെയ്ഡാണ്. ബാക്കിലെ ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്, AI ട്രിപ്പിൾ ക്യാമറാസ്. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ക്യാമറ എന്ന് പറയുന്നതാണ് ബേസ് ക്യാമറ, അതാണ് 13 മെഗാ. നടുക്കുള്ള ക്യാമറ 5 മെഗാ വൈഡ്. അതായത് ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെ വൈഡ് ആംഗിൾ ക്യാമറ വരെ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇത് അതായത് കാരണം ഇതൊരു പുതിയ മൊബൈലാണ്, അതായത് ഒരു മാസം ഇതിന്റെ റിലീസ് ആയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഏറ്റവും മേളിലുള്ള ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാ ഒരു സാധാ ഒരു ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ ഇല്ല, അതെന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടൂല. പിന്നെ എന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 13 മെഗാ ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഒരു നോർമൽ യൂസിന് പറ്റിയ ഒരു മൊബൈൽ തന്നെയാണ് ഈ ഒരു വിലക്ക്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ആൻഡ്രോയിഡ് 10 ആണ്. പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചാലും നമുക്ക് യൂസിന് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എന്താണ്, ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള ഫോണാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോണിന്റെ ഡിസ്അഡ്വാൻറ്റേജ്, അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഒറ്റ കാര്യമുള്ളൂ, അതായത് നിങ്ങൾ എല്ലാവരും കേട്ടാണ് ഹുവാവി ഗൂഗിൾ നിർത്തി. അത് തന്നെയാണ് ഈ ഒരു മൊബൈലിൽ. അതായത് ചില മൊബൈൽ ഹുവാവിയിൽ ഗൂഗിൾ വരുന്നുണ്ട്, എന്നാൽ ഈ ഒരു മൊബൈലിൽ ഗൂഗിൾ സർവീസേ വരുന്നില്ല. ഫുള്ളി ഹുവാവി മെയ്ഡ് മൊബൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് എന്ന ആപ്പ് കിട്ടില്ല. യൂട്യൂബ് കിട്ടും, നമ്മൾ ബ്രൗസറിൽ പോയിട്ട് അതിന്റെ ആപ്പ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. ഡൗൺലോഡ് സാധാരണ നമുക്ക് ആപ്പ് പോലെ ഉപയോഗിക്കാൻ പറ്റില്ല, ജസ്റ്റ് ബ്രൗസർ പോലെ ഉപയോഗിക്കാം. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല ഇതില്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇതിനകത്തോട് മാറുമ്പോൾ ഉള്ളൊരു ചെറിയൊരു പ്രോബ്ലം വരും. കൂടുതൽ വലിയ ആപ്പ് കുറെ ആപ്പുകളൊന്നും പറ്റൂല. കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള മിക്ക ആപ്പുകളും ഇതിനകത്ത് ഇപ്പൊ അവർ കൊണ്ടുവരുന്നുണ്ട്, ഓരോ അപ്ഡേറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ വേറെ ഒന്നുമില്ല, ഇതുപോലത്തെ നല്ല അടിപൊളി ടെക്നോളജി വീഡിയോകളും പിന്നെ കിടുക്കൻ വ്ലോഗുകളും വരുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ റിസ്വാൻ നൗഷാദ് സൈനിങ് ഓഫ് ഫ്രം AR Brothers.